പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് ചിത്രങ്ങൾ, തഗ് ലൈഫ് ആൻഡ് ഛോട്ടാ ബോംബെ. ഛോട്ടാ ബോംബെ, തഗ് ലൈഫ്, ഈ രണ്ട് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ എത്തുന്നത്. ആദ്യമേ ഇന്ന് റിലീഫായ തഗ് ലൈഫ് എന്ന് പറയുന്ന കമൽ ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിരുന്നു. എനിക്ക് ആ പടം ഒട്ടും തന്നെ തികച്ചില്ല. അതുകൊണ്ടാണ് ആ റിവ്യൂ ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചിത്രമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വളരെ നെഗറ്റീവാണ് ഈ ചിത്രം നേടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പക്ഷേ പല വിവാദങ്ങളും ഈ ചിത്രത്തിന് പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യ ദിനം, രണ്ടാം ദിനം ഈ ചിത്രം എന്ത് കളക്ഷൻ നേടും എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി കാണേണ്ടതാണ്. കേരളത്തിലെ കളക്ഷൻ നോക്കുമ്പോൾ 75 ലക്ഷം മാത്രമേ ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളൂ. വിക്രം എന്ന സിനിമ ഇറങ്ങിയപ്പോഴുള്ള കളക്ഷൻ നമ്മൾ ഓർക്കുക, ഏകദേശം 5 കോടി രൂപയോളം കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ ആദ്യ ദിനം 75 ലക്ഷം മാത്രമേ ഈ ചിത്രത്തിന് പ്രീഫെയിൽ അനുമതി കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു 1.5 കോടി രൂപയെങ്കിലും ഈ ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യ ദിനം കളക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിലും മോശപ്പെട്ട ചിത്രമായ ഇന്ത്യൻ 2 എന്ന ചിത്രം ഇതിലും മികച്ച കളക്ഷൻ കേരളത്തിൽ നിന്ന് ആദ്യ ദിനം നേടി എന്നുള്ളതും നമ്മൾ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഈ ചിത്രം ഏകദേശം 14 കോടിക്ക് മുകളിലുള്ള തുക ഇന്ന് കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ നിന്നൊട്ടാകെ കർണാടകത്തിൽ ഈ പടം റിലീസാകുന്നില്ല. കർണാടക ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ ചിത്രം ഇന്ത്യയിൽ നിന്ന് 20 കോടിക്ക് മുകളിലുള്ള തുക കളക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓവർസീസ് കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം ഇന്ത്യൻ കളക്ഷനേക്കാൾ കൂടുതൽ ഒരു തുക തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 20-25 കോടി എങ്കിലും ഈ ചിത്രം നേടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ആദ്യ ദിനം ഇത് 45 കോടിയിലേക്ക് ഈ ചിത്രം എത്തും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ 50 കോടി കടന്നു കഴിഞ്ഞാൽ അതൊരു മഹാ അത്ഭുതം തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. 50 കോടിക്ക് മുകളിലൊക്കെ കളക്ട് ചെയ്യേണ്ട ഒരു ചിത്രമായിരുന്നു പോസിറ്റീവ് കിട്ടിയത്. പക്ഷേ ഇത് നെഗറ്റീവ് കൂടുതൽ പ്രതികരണം നെഗറ്റീവാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ചിത്രം 50 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം നാളെ രാവിലെ തന്നെ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മണിരത്നം, കമൽ, AR റഹ്മാൻ ടീമൊക്കെ ഒന്നിക്കുമ്പോൾ ഇതിലും മികച്ച കളക്ഷനൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതൊന്നും ഈ ചിത്രത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ഏതായാലും നാളെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് രാവിലെ തന്നെ കിട്ടും. അപ്പോൾ തഗ് ലൈഫിനെ പറ്റി പറയാനുള്ള ഞാൻ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പൊതുവെ സമ്മിശ്ര പ്രതികരണമാണ് ഈ ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. മറ്റൊരു ചിത്രമാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു 18 കൊല്ലം മുമ്പ് റിലീസായ ഛോട്ടാ ബോംബെ എന്ന ചിത്രം. അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നിറഞ്ഞാടി ചിത്രം. മോഹൻലാൽ, സിദ്ദിഖ്, മണിക്കുട്ടൻ, അതുപോലെ ജഗതി ശ്രീകുമാർ, രാജം ബി ദേവ്, കലാമണി എന്നിവരൊക്കെ, ഭാവന ഒക്കെ നിറഞ്ഞാടിയ ചിത്രമാണ് ഛോട്ടാ ബോംബെ എന്ന് പറയുന്ന ചിത്രം. അത് മികച്ച രീതിയിലുള്ള കളക്ഷനൊക്കെ ആയിട്ട് അന്ന് കേരളക്കരയാകെ തകർത്തു വാരിയ ചിത്രമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് ഛോട്ടാ ബോംബെ ഒന്ന് റിലീഫ് ചെയ്യുമോ എന്നുള്ളത്. 18 കൊല്ലത്തിന് ശേഷം അത് നാളെ തിയേറ്ററിലെത്തുന്നു എന്നാണ്. നാളെ തിയേറ്ററിലെത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട 4Kയിൽ എത്തുമ്പം പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നതിനെപ്പറ്റി ആകാംക്ഷയോട് ആൾക്കാർ നോക്കിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ 3 ചിത്രങ്ങളാണ് റിലീഫ് ചെയ്ത്. അത് പ്രേക്ഷകർ ആവശ്യപ്പെട്ട പടികം 4.5 കോടിക്ക് മുകളിലുള്ള 4.5 കോടി 5 കോടിക്ക് മുകളിലുള്ള തുകയാണ് പടികം നേടുന്നത്. ഏകദേശം 50 ലക്ഷത്തിന് മുകളിലുള്ള തുക ആദ്യ ദിനം തന്നെ ഈ ചിത്രം കളക്ട് ചെയ്തു. മറ്റൊരു ചിത്രമായിരുന്നു ദേവദൂതൻ. ആ സമയത്ത് തന്നെ കളക്ട് ചെയ്യായിരുന്ന ചിത്രം റിലീഫ് സമയത്ത് നിർമ്മാതാവിൻ്റെ ആ കടങ്ങളെല്ലാം തീർക്കുന്ന ഒരു ദേവദൂതനെയാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ 6.5 കോടി രൂപയോളം ചിത്രം റിലീഫും പ്രകാരം കിട്ടി എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ആദ്യ ദിനം തന്നെ 50 ലക്ഷത്തിന് മുകളിൽ ഏകദേശം 70 ലക്ഷത്തോളം ഈ ചിത്രം ദിനം തന്നെ വേൾഡ് വൈഡായിട്ട് ഇത് കളക്ട് ചെയ്തു. മറ്റൊരു ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്.
മണിച്ചിത്രത്താഴ് എനിക്ക് തോന്നുന്നു ടി വിയിൽ എത്ര പ്രാവശ്യം കണ്ടു എന്ന് ഒരു കാരണവശാലും നമുക്ക് എത്ര വേണമെന്ന് നമുക്ക് എണ്ണിയെ തിട്ടപ്പെടുത്താത്ത തവണ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഈ മണിച്ചിത്രത്താഴ് ടി വി വരുമ്പോഴെല്ലാം നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ടും റിലീഫ് ചെയ്ത് വന്നപ്പം തിയേറ്ററിൽ മികച്ച പ്രതികരണം തന്നെ കിട്ടി. ഏകദേശം 60 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ആദ്യ ദിനം തന്നെ കരസ്ഥമാക്കുന്ന ചിത്രം. പിന്നെ അത് 4.5 കോടി രൂപയ്ക്ക് മുകളിലാണ് വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്തത്. 3 ലാലേട്ടൻ ചിത്രങ്ങളും റിലീഫുമായിട്ട് ബന്ധപ്പെട്ടും മികച്ച കളക്ഷൻ തന്നെ നേടി വൻ വിജയം നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അടുത്ത ചിത്രമാണ് ഛോട്ടാ ബോംബെ. ഛോട്ടാ ബോംബെയും നമ്മൾ പ്രീഫെയിൽ കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണ് ഈ ചിത്രം പ്രീഫെയിലൂടെ മാത്രമായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പം ഏകദേശം ആദ്യ ദിനം 40-50 ലക്ഷം റേഞ്ചിൽ തന്നെ ഈ ചിത്രം കളക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പുതിയ റിലീഫ് ചിത്രങ്ങൾ പോലും ഈ 50 ലക്ഷം 40 ലക്ഷം പ്രീഫെയിൽ 15 പോലും എത്താത്ത സമയത്താണ് ലാലേട്ടൻ്റെ ഒരു പഴയ ചിത്രം വന്ന് ഇങ്ങനെ ഹിറ്റടിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഛോട്ടാ ബോംബെയും വൻ വിജയമായി മാറും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കും. കാരണം ലാലേട്ടൻ്റെ ടൈം വളരെ ബെസ്റ്റ് ടൈമാണ്. തുടരും എമ്പുരാനും ഒക്കെ വന്ന സ്ഥലത്തേക്കാണ് ഛോട്ടാ ബോംബെ എത്തുന്നത്. ലാലേട്ടൻ്റെ 2 ചിത്രങ്ങൾ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന കാഴ്ചയും നമുക്ക് കാണാം. കാരണം തുടരും ചിത്രം അതുപോലെ തന്നെ ഛോട്ടാ ബോംബെ, അങ്ങനെ 2 ചിത്രങ്ങൾ ഒരേ സമയം തിയേറ്ററിൽ കളിക്കുന്നു. വളരെ നാളിന് ശേഷം അപൂർവമായൊരു കാഴ്ചയാണ് അല്ലേ? അതും നമുക്കൊരു പുതിയൊരു തിരിച്ചറിവാണ്. ബോംബെ ഏത് ലെവൽ കളക്ഷൻ നേടും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത് എന്ന് കൃത്യമായിട്ട് കമൻ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ പല റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് പണികവും ദേവദൂതനൊക്കെ വൻ ഹിറ്റായപ്പം പല നടന്മാരുടെയും റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചിത്രങ്ങൾ റിലീഫ് ചെയ്തെങ്കിലും അത് തികഞ്ഞ പരാജയമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ലാലേട്ടൻ ചിത്രങ്ങൾക്ക് പഴയതെന്നോ പുതിയതെന്നോ ഇല്ലാതെ കേരളത്തിലുണ്ടാകുന്ന മാർക്കറ്റ് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഇനിയും പുതിയ പഴയ എത്രയോ ചിത്രങ്ങൾ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ കിടക്കുന്നു എന്ന് നമുക്ക് പ്രവചിക്കുക വയ്യ. കാരണം ഇതിനൊക്കെ ഒരു പക്ഷേ ഛോട്ടാ ബോംബെ റിലീഫ് വിജയിക്കുകയാണെങ്കിൽ മറ്റെത്രയോ ചിത്രങ്ങൾ റിലീഫായിട്ട് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിലെൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഗുരു എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രമാണ്. അത് എനിക്ക് തോന്നുന്നു മാസ് രീതിയിലുള്ള ചിത്രമല്ല, പക്ഷേ ക്ലാസ്, എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ക്ലാസ് ചിത്രം എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. ഗുരുവിനെ പറ്റി എത്ര കണ്ടാലും എനിക്കും അത് വരില്ല. പക്ഷേ നിങ്ങൾ പ്രേക്ഷകർക്ക് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല, ഇതെൻ്റെ മനസ്സാണ് പറയുന്നത്. അതൊന്ന് റിലീഫ് വന്നാൽ 4Kയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് പലപ്പോഴും ഞാൻ തോന്നിയിട്ടുണ്ട്. അത് നടക്കുമായിരിക്കാം അല്ലേ? ഏതായാലും ഈ ചിത്രങ്ങളുടെ വിജയങ്ങൾ എല്ലാം തന്നെ പുതിയ റിലീഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തെലുങ്കിൽ നിന്നൊക്കെ ഒത്തിരി ചിത്രങ്ങൾ റിലീഫ് ചെയ്ത് വൻ വിജയം നേടുന്ന കാഴ്ചയും കണ്ടു. അപ്പം ലാലേട്ടൻ്റെ ഛോട്ടാ ബോംബെയും വൻ വിജയത്തിലേക്ക് നീങ്ങും എന്ന് നിസ്സംശയം പറയാം. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.